ഞാൻ ഈ സംവാദം റോയിൽ നിന്ന് ആരംഭിക്കുകയാണ്. റോയ്, ഇന്നത്തെ തീരുമാനം അറിഞ്ഞല്ലോ. മുനമ്പത്ത് സമരം തുടരും എന്നാണ് ഇപ്പോൾ മുനമ്പം ഭൂസംരക്ഷണ സമിതി അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ജനസഭ അവിടെ സംഘടിപ്പിച്ചിരുന്നു. റോയ് കൂടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ അതിഥിയായി പങ്കെടുത്തതാണ് അല്ലേ? വലിയ പ്രതീക്ഷയിലായിരുന്നു അവിടുത്തെ ജനങ്ങൾ. പക്ഷേ ഇപ്പോഴിതാ ഒരു റിട്ടയേർഡ് ജഡ്ജിയെ ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിച്ചിരിക്കുന്നു. അദ്ദേഹം പഠിച്ച് 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ തീരുമാനത്തെ മുനമ്പം ജനത എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങൾ ഈ തീരുമാനത്തെ നോക്കിക്കാണുന്നത് ഞങ്ങളെ സർക്കാർ വീണ്ടും വെട്ടിലാക്കി എന്നുള്ള ഒറ്റ വാക്കിൽ ഞാൻ ഒതുക്കുന്നു. കാരണം വഖഫ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിർത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങളുടെ ജീവിതവും ജീവനോപാധികളും നിർത്തിവെച്ചിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. പുതിയതായി ഒരു തീരുമാനവും ഇതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു ജനതയ്ക്കും അത് ബോധ്യവുമായിട്ടില്ല. ആകെ ഒരു പുതിയ തീരുമാനം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുമെന്നുള്ളതാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ചർച്ച പൂർത്തിയായെന്ന് പറയുന്നു. ആരെയും കുടിയിറക്കില്ല എന്ന് യോഗത്തിൽ തീരുമാനം. ഇത് പറയാനും കേൾക്കാനും തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ആരെയും കുടിയിറക്കുക എന്നല്ലല്ലോ ഇവിടുത്തെ വിഷയം. ശാശ്വതമായി ഞങ്ങൾ 2022 ജനുവരി വരെ ഞങ്ങൾ വില കൊടുത്ത് ഈ രാജ്യത്തെ നിയമമനുസരിച്ച് വാങ്ങി അനുഭവിച്ചു വച്ചിരുന്ന അവകാശങ്ങൾ, ആ ഭൂമിയിലുള്ള ഞങ്ങളുടെ ക്രയവിക്രയങ്ങൾ, ഇതെല്ലാം തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരത്തിന് അതിനെതിരെയുള്ള ഒരു സമരമായിരുന്നു കഴിഞ്ഞ 41 ദിവസമായിട്ട് സമാധാനപരമായിട്ട് ഈ ഭൂമിയിൽ നടന്നത്. അതിനെ കണ്ണടച്ചുകൊണ്ട് ചില വോട്ട് ബാങ്ക് പ്രീണനത്തിന് വേണ്ടി മാത്രം ഈ തീരുമാനമെടുത്തെന്നാണ് ഇവിടെ ഞാനടക്കമുള്ള ജനത വിശ്വസിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയുള്ള ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യനും ഇതിൽ തോന്നുന്നില്ല. ഞങ്ങളോടൊപ്പം ഈ കേരള ജനതയും ഈ ഞങ്ങളുടെ തീരുമാനത്തിന് കൂട്ടുനിൽക്കും. ഇതുവരെ ഈ സമരത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. കാരണം നീതിബോധമുള്ള ഒരു ജനതയ്ക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഈ സമരം ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഒരു കാര്യത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന, ഓരോ ദിവസം ചെല്ലും തോറും ഈ ഒരു വഖഫ് അധിനിവേശം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും. പുതിയ കണ്ടെത്തലുകളുമായിട്ട് വഖഫ് ബോർഡ് രംഗത്ത് വരികയാണ്. സാധാരണ മനുഷ്യന്റെ ജീവിതം ദുസ്സഹമാക്കുന്ന ഈ നിയമങ്ങൾക്കെതിരെ എങ്ങനെയാണ് സാധാരണ മനുഷ്യൻ പ്രതികരിക്കേണ്ടതെന്ന് കഴിഞ്ഞ 41 ദിവസമായിട്ട് ഞങ്ങൾ സാക്ഷികളാണ്. കേരള ജനത സാക്ഷിയാണ്. ഞങ്ങളെ മാത്രമല്ല ഈ തീരുമാനം വല്ലാതെ വിഷമിപ്പിക്കുന്നത്. നീതിബോധമുള്ള, സഹൃദയത്വമുള്ള, ഹൃദയാലുക്കളായ ഈ കേരള ജനതയെ മുഴുവൻ സർക്കാരിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യില്ല എന്ന ഉറപ്പ് എനിക്കുണ്ട്. ഞാൻ കേരള ജനതയോട് അപേക്ഷിക്കുന്നത് തന്നെയാണ്. നീതിബോധമുള്ള, ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ഓരോ പൗരനും ഞങ്ങളോടൊപ്പം ഇനിയും ഈ സമരത്തിലുണ്ടാവണം. ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് യാതൊരു വർഗീയതയ്ക്ക് വേണ്ടിയല്ല. ഞങ്ങളുടെ കിടപ്പാടം ഈ ഭൂമിയിൽ ജീവിച്ച്, ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കാൻ ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശം സർക്കാർ ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ അകാല മരണത്തിലേക്ക് ഒരു ജനതയെ നിങ്ങൾ തള്ളിവിടുന്നതിന് തുല്യമായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.